ഹായ് എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാനൊരു റാഗി ബ്രേക്ക്ഫാസ്റ്റ് സ്മൂത്തി റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. ഇതിനകത്ത് ബനാന ആഡ് ചെയ്തിട്ടില്ല, ഷുഗർ ആഡ് ചെയ്തിട്ടില്ല, അതുപോലെ തന്നെ മിൽക്കും ആഡ് ചെയ്തിട്ടില്ല. ഇത് റെഡിയാക്കാനായിട്ട് ഞാൻ കുറച്ച് റാഗി പൗഡർ എടുത്തിട്ടുണ്ട്. അതിനോടൊപ്പം തന്നെ കുറച്ച് ആപ്പിൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്, കുരുവെല്ലാം കളഞ്ഞ്. പിന്നെ ഈന്തപ്പഴം, ബദാം തൊലി കളഞ്ഞത്, പിന്നെ 3-4 കാഷ്യൂനട്ട്, വാൽനട്ട്. ഇത്രയാണ് നമുക്ക് ഈ സ്മൂത്തി റെഡിയാക്കാനായിട്ട് വേണ്ടത്. ഈ സ്മൂത്തി ഒരാഴ്ച കഴിച്ചാൽ 1-2 കിലോ ഒക്കെ കുറഞ്ഞ് കിട്ടും. ഇതിന് ഹൈ പ്രോട്ടീൻ ആയിട്ടുള്ളൊരു സ്മൂത്തിയാണ്. വയറ് കുറയ്ക്കാനായിട്ട് സഹായിക്കും. ദിവസം മുഴുവനും നമുക്ക് ഉന്മേഷം നൽകാനും ഈ സ്മൂത്തിക്ക് കഴിയും. അങ്ങനെ റെഡിയാക്കുന്നത് വെച്ചാൽ നമ്മൾ എടുത്ത് വെച്ചേക്കുന്ന റാഗി പൗഡർ ഒരു ബൗളിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം കൂടി ആഡ് ചെയ്തിട്ട് നന്നായിട്ട് കലക്കിയെടുക്കണം. മിക്സ് ചെയ്ത് ആ കട്ടകളൊന്നും ഇല്ലാതെ നന്നായി മിക്സ് ചെയ്തെടുത്ത ശേഷം നമുക്ക് ഈ റാഗി കുറുക്കിയെടുത്താണ് അത് സ്മൂത്തി റെഡിയാക്കാനായിട്ട് എടുക്കുന്നത്. ഈ റാഗി എന്ന് പറഞ്ഞാൽ ഒരുപാട് കാൽസ്യം, അയൺ, പ്രോട്ടീൻ, ഫൈബർ എന്നിവയെ സമ്പുഷ്ടമായ ഒരു പോഷക ഗുണമുള്ള ധാന്യമാണ് റാഗി എന്ന് പറയുന്നത്, അല്ലെങ്കിൽ പഞ്ഞപ്പുല്ല്. ഇത് എല്ലുകളുടെ ആരോഗ്യം മെച്ചപ്പെടുത്താനും പ്രമേഹത്തെ നിയന്ത്രിക്കാനും ശരീരഭാരം കുറയ്ക്കാനും ഒക്കെ സഹായിക്കുന്ന ഒന്നാണ് റാഗി. ശരീരഭാരം കുറയ്ക്കാൻ ഇതിലേക്ക് ധാരാളം ഫൈബർ കണ്ടന്റ് അടങ്ങിയിരിക്കുന്നതുകൊണ്ട് ദഹിക്കാനായിട്ട് കുറച്ച് സമയം എടുക്കും. അതുമാത്രമല്ല, ഇതിൽ ഒരുപാട് വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. കുട്ടികളുടെ വളർച്ചയ്ക്കും മുതിർന്നവരുടെ അസ്ഥി സംബന്ധമായ തേയ്മാനം അതുപോലത്തെ ഒക്കെ പ്രശ്നങ്ങളുണ്ടെങ്കിൽ അതൊക്കെ മാറി കിട്ടാനായിട്ടും ഈ റാഗി കഴിച്ചാൽ മതി. ഇത് റെഡിയാക്കാൻ ഞാൻ കലക്കി വെച്ചിരിക്കുന്ന റാഗി പൗഡർ നമ്മളൊരു പാത്രത്തിലേക്ക് മാറ്റി നന്നായി കുറുകി വരുന്നിടം വരെ ഇളക്കിയെടുക്കണം. ഇച്ചിരി തിക്കായിട്ടാണ് ഞാനിത് റെഡിയാക്കി എടുക്കുന്നത്. നിങ്ങൾക്ക് ലൂസായിട്ട് വേണമെങ്കിൽ ലൂസായിട്ട് ഇത് റെഡി ആയിട്ടുണ്ട്. റാഗി റെഡി ആകുമ്പോൾ ബബിൾസ് വന്ന് തുടങ്ങും. ഇത് നന്നായിട്ട് നമുക്കിനി തണുപ്പിച്ചെടുക്കണം. തണുപ്പിച്ചെടുത്തിട്ടാണ് നമ്മൾ സ്മൂത്തി റെഡിയാക്കാൻ പോകുന്നത്. ഈ റാഗിക്കകത്ത് ഒരുപാട് കാൽസ്യം ഉണ്ട്, അയൺ ഉണ്ട്, ഫൈബർ ഉണ്ട്, പ്രോട്ടീനും വൈറ്റമിൻസും ഒക്കെ അടങ്ങിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്ന നട്ട്സിലും ആപ്പിളിലും ഒക്കെ അടങ്ങിയിരിക്കുന്ന വൈറ്റമിൻസിൻ്റെ ഒക്കെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ എല്ലാം മാർക്കിട്ടാനായിട്ട് ഈ സ്മൂത്തി കഴിച്ചാൽ മതി. മിക്സിയുടെ ജാറിലേക്ക് നമ്മൾ എടുത്ത് വെച്ചിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എല്ലാം കൂടി ഇട്ട് നമുക്ക് നന്നായി അരച്ചെടുത്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്മൂത്തി ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് ഗ്ലാസ്സിലേക്ക് മാറ്റിയിട്ട് നമുക്ക് കയ്യിലുള്ള നട്ട്സ് ഏതാണോ അതും കൂടി ഇതിൻ്റെ കൂടെ പൊടിച്ചിട്ടാൽ മതി. ഹെൽത്തി ആയിട്ടുള്ളൊരു സ്മൂത്തി റെസിപ്പി റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഈ റാഗി കഴിച്ചാൽ നമ്മുടെ ഉറക്കക്കുറവൊക്കെ ഉണ്ടെങ്കിൽ അത് മാറിക്കിട്ടും. പ്രോട്ടീൻ ആണെങ്കിൽ ധാരാളം ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വൈറ്റമിൻ ഡിയുടെ ഡെഫിഷ്യൻസി ഉണ്ടെങ്കിൽ റാഗി ഇങ്ങനെ സ്മൂത്തി ആയിട്ടുണ്ടാക്കി കഴിച്ചാൽ മതി. അല്ല, റാഗി നമ്മൾ ദിവസം കഴിച്ചാൽ വൈറ്റമിൻ ഡി ഡെഫിഷ്യൻസിയൊക്കെ മാറിക്കിട്ടും. അതുപോലെ തന്നെ ഫോളിക് ആസിഡും വൈറ്റമിൻസ് B6 ഒക്കെ ഇതിൽ ധാരാളം അടങ്ങിയിരിപ്പുണ്ട്. അപ്പോൾ ഇതുപോലത്തെ ഒരു സ്മൂത്തി ഉണ്ടാക്കി എന്തായാലും കഴിച്ചു നോക്കണം. വെയിറ്റ് കുറയണമെന്ന് ആഗ്രഹിക്കുന്നവർ. നമുക്ക് ഒരു ദിവസത്തേക്കിന് വേണ്ടുന്ന എല്ലാ ന്യൂട്രീഷൻസും ഈ റാഗി സ്മൂത്തിയിൽ അടങ്ങിയിരിക്കുന്നുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ടാറ്റാ, ബൈ, സീ യു.